വ്ലോഗ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിൽ വർക്കിന് പോകുമായിരുന്നു. വർക്കിന് പോകുന്നതിന് ഇടയ്ക്ക് വെച്ച് ഇന്നത്തെ ദിവസം ഇവിടുത്തെ ലിത്വേനിയയിൽ കമ്മ്യൂണിസ്റ്റിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഡേ ആണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഡേ പ്രമാണിച്ച് ഇവിടെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വോൾട്ടിന് വർക്കിന് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇറങ്ങി കഴിയുമ്പം ഓർമ്മ തോന്നിയ സാധനമില്ല, കാരണം മനുഷ്യർ മൊത്തം പുറത്താണുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു, അപ്പോൾ നമുക്കെന്താ വ്ലോഗ് മൊത്തം എടുത്തേക്കാന്ന്. കമ്മ്യൂണിസ്റ്റ് ഡേ പ്രമാണിച്ചുള്ള പരിപാടി, ഇവിടുത്തെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ നമ്മളുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ സെൻട്രാസിലാണ്. കൗൺസിൽ സെൻട്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം അവിടെ അടുത്തായിട്ടൊരു VLC എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ തീരെയൊക്കെ അടുത്തായിട്ടാണ് ഇപ്പോൾ ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. ഒരു സൈഡിൽ കൂടെ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ബാൻഡ് സെറ്റും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടോട്ടാണ് വന്നിട്ടുള്ളത്.
അങ്ങനെ നമ്മളിപ്പം അവിടെ ബാൻഡ് മേളവും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ലൈസൻസ് അല്ലെ ആ സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേക ഓൾറെഡി നമ്മൾ പറയുന്നുണ്ടോ, ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്കെല്ലാം ലീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു ഭംഗിയാണ്. മനുഷ്യരെല്ലാം കൂടെ പുറത്തിറങ്ങി സ്ട്രീറ്റ് കൂടെ നടക്കുമ്പോഴാണ് ആൾക്കാർക്ക് എല്ലാവരും അവരുടെ ഒരു വെക്കേഷൻ എൻജോയ് ചെയ്യുകയാണ്. പലരെ ഒരു കൂട്ടം മനുഷ്യർ റെസ്റ്റോറൻറ്റിൽ വന്ന് ആഘോഷിക്കുന്നു, ഒരു കൂട്ടം മനുഷ്യർ ഈ ബാൻഡ് മേളയും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുന്നു. അങ്ങനെയാണ് ഒരു സൈഡിൽ കൂടെ നമുക്ക് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഓൾറെഡി പറയും പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് ആൾക്കാരെല്ലാവരും വന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. ഈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത ആണെങ്കിൽ അതാണ്, ഒരറ്റം തൊട്ട് മറ്റൊരറ്റം വരെ തന്നെ മൊത്തം റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആൾക്കാരെല്ലാവരും കൂടുതലും അവരുടെ വെക്കേഷൻ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ലൈസൻസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ. ലൈസൻസ് സ്ട്രീറ്റിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പം അടുത്തൊരു ബാൻഡ് മേളം നമ്മൾ കാണുന്നത്. നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം.
അങ്ങനെ ഇപ്പം ലിത്വേനിയയിൽ ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. 11 മണിയായപ്പോഴത്തേനും നമ്മളെന്തായാലും നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് നമ്മളോട് പറയേണ്ടത് ഇവിടെ ഓൾഡ് ടൗണിൽ കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, നേരെ ഓൾഡ് ടൗണിൽ ആ പരിപാടിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇവിടെ ഒരു സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തം ലിത്വേനിയൻ ട്രഡീഷണൽ ഫുഡും ബീറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ വിൽക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട് കടകളായിട്ട്. പിന്നെ ഒരു സൈഡിൽ കൂടെ ഈ വീഡിയോ വെച്ചുള്ള ഓരോ ഐഡിയകളും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സമയം ഇത്ര 11 മണിയാണെങ്കിൽ പോലും ഇവിടെയൊക്കെ ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ മനുഷ്യർ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കൂടെ നമ്മൾ നടന്നു പോയപ്പോഴത്തേന് എൻ്റെ മനസ്സിൽ വന്നത് ഈ ഒരു കടകൾ കുറേ ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ നമ്മൾ എൻ്റെ മനസ്സിൽ വന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ നാടെന്ന് പറയുമ്പോൾ റാന്നി പത്തനംതിട്ടയാണ് കേട്ടോ. അപ്പോൾ ആ സ്ഥലത്തെ മെയിനായിട്ടുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതായത് മരമൺ കൺവെൻഷൻ, പിന്നെ അതുപോലെ തന്നെ റാന്നി വെല്ലുവിളിയുടെ പെരുന്നാൾ, അതുപോലൊക്കെ പോകുമ്പോഴത്തേനുള്ള ഓരോരോ കാഴ്ചകളില്ലേ, കുറേ കടകളൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വന്നാൽ പോലും നല്ല ലിത്വേനിയൻ ട്രഡീഷണൽ ഫുഡുകളും പിന്നെ കുറേ കടകളും പിന്നെ ഈ കളിപ്പാട്ടം വിൽക്കുന്നതും അതുപോലത്തെ ഉള്ള കുറേ സ്ഥലങ്ങളും സാധനങ്ങളും ഒക്കെ കടകളൊക്കെ ഇഷ്ടം പോലെ അവിടെ ആയിട്ടുണ്ട്. പിന്നെ കുറേ ലിത്വേനിയൻ ഫുഡുകളും കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്. ഞാൻ ഈ സാധനമൊക്കെ കണ്ടുകഴിഞ്ഞിട്ടോ ഞാൻ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ ഓർത്ത് സംഭവം അതാണ്. അടിപൊളിയാണ്, നല്ല രസമാണ് ശരിക്കും. നമ്മുടെ കുട്ടിക്കാലൊക്കെ ഓർത്ത് ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ഒരു അച്ഛൻ അവിടെ സൈഡിൽ നിന്ന് കുലുക്കി സർബത്ത് അടിച്ച് കുളിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു സംഭവം അതന്നെ. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ. ഇപ്പോൾ രാത്രി സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. 11 മണിക്കത്തെ തിരക്കാണ് കേട്ടോ കാണുന്നത്. 11 മണിയായിട്ട് ആൾക്കാരെല്ലാം ഈ പരിപാടി കാണാൻ വേണ്ടി വന്ന് തിക്കി തിരങ്ങി നിൽക്കുകയാണ്. ഫ്രണ്ടിൽ അങ്ങ് അറ്റത്താണ് പരിപാടി നടക്കുന്നത്. ആ സ്റ്റേജിൻ്റെ ഫ്രണ്ട് വരെ നമുക്ക് എത്താൻ പോലും പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല, അതുപോലെ തിക്കും തിരക്കുമാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെ ഒരു അടിപൊളി പരിപാടി കണ്ടതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഒരു സൈഡിൽ നിന്ന് കണ്ടോ ഈ റെസ്റ്റോറൻറ്റിലത്തുള്ള അടിപൊളി നിറച്ച് ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് നേരെ തിരിച്ച് നമ്മുടെ വണ്ടിയുടെ കിടക്കുന്ന സ്പോട്ടിൽ. ഈ പരിപാടിയിൽ വലിയവർക്ക് മാത്രമല്ല കേട്ടോ, കൊച്ചു പിള്ളേർക്ക് വേണ്ടി എൻജോയ് ചെയ്യാനുള്ള അടിപൊളിയായിട്ടുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഒരു സൈഡിൽ നിന്ന് പറയുമ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് അതിശയം തോന്നാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ എല്ലാ റൈഡുകളും എന്ന് പറയുമ്പോൾ ഒരു കണ്ടെയ്നറിൻ്റെ അത്രേ ഉള്ളൂ വലിപ്പത്തിലാണ് ഇവരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് മൊത്തം ഊതി ഒരു കണ്ടെയ്നറിലാക്കി ഒരു ട്രക്കിൽ ടോയ് ചെയ്യുന്ന കണ്ടീഷനിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 3 ദിവസം നീണ്ടു നിന്ന കമ്മ്യൂണിസ്റ്റ് ഡേ സെലിബ്രേഷൻ അവസാനിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോകും. നമ്മുടെ കമ്മ്യൂണിസ്റ്റിൽ എങ്ങനെയുണ്ട് അവിടെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിച്ചത് നമ്മുടെ വീഡിയോ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ചെറിയ കമ്മ്യൂണിസ്റ്റിലെ ആഘോഷങ്ങളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിരിക്കും വരുന്നതായിരിക്കും. സൈനിങ് ഔട്ട്.